ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാടമുട്ടയിൽ ചെയ്തെടുക്കുന്ന എഗ്ഗ് റോസ്റ്റ്. കൂടെ കഴിക്കാൻ നമ്മൾ പുട്ടും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടെ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളൊരു 4 മീഡിയം സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ കരുവേപ്പില റെഡിയാക്കിയിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ വാട്ടി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് നല്ലപോലെ സെറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയാണ് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്. സവാളയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വെന്ത് വരാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ മസാല ചേർക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതൊരു കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു റെസിപ്പി അല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാം കേട്ടോ. നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ്. പിന്നെ നമ്മൾ ഉപ്പ് നോക്കി പാകമായ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി മിക്സാക്കി ഇതിനെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ കുക്ക് ചെയ്താൽ മതി കേട്ടോ. കാരണം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി സെറ്റാക്കി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. സെമി ഗ്രേവി ആക്കാൻ വേണ്ടി, കൂടുതലാവാൻ പാടില്ല. അപ്പം നമ്മൾ ചേർക്കേണ്ടത് നല്ലപോലെ തിളപ്പിച്ച ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. അതും കൂടി ചേർത്ത് ഇളക്കി മിക്സാക്കി നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ ഏകദേശം നമ്മുടെ റോസ്റ്റ് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി സെറ്റ് ചെയ്ത് വെച്ച ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മളിവിടെ എടുത്ത് വെക്കുന്ന കാടമുട്ടയാണ്. നിങ്ങൾക്ക് കോഴിമുട്ടയോ കാടമുട്ടയോ എല്ലാത്തിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. എഗ്ഗ് നല്ല സ്റ്റൈലായി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച റോസ്റ്റിൻ്റെ മസാല എഗ്ഗിൻ്റെ മേലത്തേക്ക് നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പം നല്ല നമ്മുടെ റോസ്റ്റിലെ മസാലയൊക്കെ എഗ്ഗിലേക്ക് ഇറങ്ങും കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ലൈറ്റായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നൊരു സ്റ്റൈലിലും ടേസ്റ്റിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൂടെ പുട്ടോ അല്ലെങ്കിൽ ഭൂരിയോ എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ.